ഈ യോഗത്തിൻ്റെ അധ്യക്ഷ വാർഡ് കൗൺസിലർ ശ്രീമതി റജീന ബാനു, സ്വാഗതം ആശംസിച്ച റെസിഡൻസ് അസോസിയേഷൻ നാരങ്ങാപ്പറ്റ പ്രസിഡന്റ് ശ്രീ ഷരീഫ് ഹാജി, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രീ KC റിയാസുദ്ദീൻ, മുനിസിപ്പൽ കൗൺസിലർ ശ്രീ TR സെബാസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ശ്രീ M പുരുഷോത്തമൻ, ശ്രീ പ്രതാപ് K, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യിക്കേണ്ടി വന്നു. എനിക്ക് കളക്ട്രേറ്റിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ താമസിച്ചു. അതുകൊണ്ടാണ് അല്പം വൈകിയത്. ആദ്യമേ തന്നെ അതിന് ക്ഷമ ചോദിക്കുന്നു. തിരിച്ച് പോവേണ്ടതുണ്ട്. ഞാൻ ഇത്രയും അവാർഡുകൾ കണ്ടപ്പോഴാണ് ചിലപ്പോൾ എല്ലാം കൊടുത്തു തീർക്കാൻ സമയം ഉണ്ടാവില്ല. എങ്കിലും കഴിയുന്നവർക്ക് അത്രയും നേരിട്ട് തന്നെ സമ്മാനം നൽകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു കാര്യം മാത്രം, ഞാൻ അധികം നീട്ടുന്നില്ല. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ ഈ ഒരു സമയത്ത്. ഇനി ജില്ലാ കളക്ടറുടെ വകയായിട്ട് കൂടി നീണ്ട ഒരു ഉപദേശത്തിൻ്റെ ഒരു ആവശ്യമില്ല എന്നറിയാം. ആദ്യമേ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയാണ്. SSLC +2 ഉന്നതമായിട്ടുള്ള വിജയം നേടിയ നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ മാതാപിതാക്കളെയും, നിങ്ങളെ ഒരുക്കിയ അധ്യാപകരെയും ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരു വിജയം എന്ന് പറയുന്നത് ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ ചെറിയൊരു ചവിട്ടുപടിയാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിജയങ്ങൾ, ഒരുപാട് നന്മകൾ, ഒരുപാട് പരാജയങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ അനുഭവവും, ഓരോ വിജയവും, ഓരോ പരാജയവും നമ്മളെ കൂടുതൽ നല്ല വ്യക്തികളാക്കി മാറ്റുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമ്മളെല്ലാവരും പഠിക്കുന്നത് പ്രധാനമായിട്ടും എല്ലാവർക്കും നല്ലൊരു ജോലി മനസ്സിലുണ്ടാവുമല്ലോ അല്ലേ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരാൾ മാത്രമേ ഉള്ളൂ. കൈ ഉയർത്തി പൊക്കിക്കൊണ്ട് എന്തിനാ നാണിക്കുന്നേ? ശരി. അപ്പോൾ എന്തായാലും നല്ലൊരു ജോലി, നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലി ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നമ്മൾ സമൂഹത്തിന് നല്ലത് ചെയ്യണം, നന്മ ചെയ്യണം എന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിലെ സ്ഥാനം, മറ്റുള്ളവർ നമ്മളുടെ അഭിപ്രായത്തിന് കൽപ്പിക്കുന്ന വില പലപ്പോഴും അത് ജോലിയുടെ ഉന്നതോന്നതങ്ങൾക്കനുസരിച്ചല്ല. നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ മനസ്സിനിഷ്ടപ്പെട്ട ഒരു ജോലിയിൽ നമ്മൾ എത്തിപ്പെടുക, നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പറയുന്ന വാക്കിനും ചെയ്യുന്ന ജോലിക്കും വില കൽപ്പിക്കുന്നുവെങ്കിൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു ജനപ്രതിനിധി ആയാലും, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഒരു കർഷകനാണെങ്കിലും ഒക്കെ അവരിഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വം, ആ ഒരു വില സമൂഹത്തിൽ അവർക്കുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ ഇരിക്കുക. പലപ്പോഴും നമുക്ക് നല്ല പഠന സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോഴാണ്, നല്ല കോളേജുകളിൽ പഠിക്കുമ്പോഴാണ് ജീവിതത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ കൂട്ടുകാരെ കിട്ടാൻ, പല രീതിയിൽ സമൂഹം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം, ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഒരു രൂപം ഉണ്ടാവും അല്ലേ? മാത്സ് ആണോ ഇഷ്ടം, സയൻസ് ആണോ ഇഷ്ടം, ഹിസ്റ്ററി ആണോ ഇഷ്ടം, എക്കണോമിക്സ് ആണോ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അത് എന്ത് തന്നെ ആയാലും കിട്ടാവുന്ന ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതിന് വലിയ എന്താ പറയുക, എപ്പോഴും പുസ്തകം കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വലിയ ബുദ്ധിജീവിയാവുക, അതൊന്നും ആവശ്യമില്ല. നമുക്കിഷ്ടമുള്ള വിഷയം ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ, ആ ഒരു പരീക്ഷയെ മനസ്സിലാക്കി അതിനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം തന്നെ കിട്ടും. അതിനുശേഷം ആ ജോലിയിൽ, ആ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തന്നെ നല്ലൊരു ജോലി കൂടി വാങ്ങുക. തീർച്ചയായിട്ടും ആ ജോലി ഉപയോഗിച്ച്, ആ വിദ്യാഭ്യാസം ഉപയോഗിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർക്കും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുകൂടി ആലോചിക്കാം. ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം, ഒരു വിജയത്തിലും അമിതമായിട്ട് സന്തോഷിക്കരുത് എന്ന് അച്ഛൻ എപ്പോഴും പറയാം. എപ്പോഴും എന്നെ അത് ഓർമ്മിപ്പിക്കും. ഇപ്പോഴും ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ വരുമ്പോൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയുന്നത് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് ആ രീതിയിൽ കാണുക.
ഒരിക്കലും അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കുക. അച്ഛനൊരിക്കലും എൻ്റെ ഓഫീസിലൊന്നും വരികയോ അല്ലെങ്കിൽ എൻ്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് അച്ഛൻ്റെ സ്വാധീനം അതിനായിട്ട് ഉപയോഗിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ചെറുപ്പം മുതൽ ശീലിപ്പിച്ച ഒരു കാര്യം, സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അച്ഛൻ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതായിരുന്നു. അതായത് സ്വന്തമായിട്ടൊരു യാത്ര ചെയ്യാൻ, സ്വന്തമായിട്ടൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ, സ്വന്തമായിട്ട് പാസ്പോർട്ട് എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതേപോലെ +2 കഴിഞ്ഞിട്ട് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോഴാവട്ടെ അല്ലെങ്കിൽ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് പോകുമ്പോഴാവട്ടെ ഒക്കെ തന്നെ പോകണം. ഒരു ട്രെയിൻ പിടിക്കണമെങ്കിൽ ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്ത് പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് ട്രെയിനിൽ കയറി സ്ഥലത്ത് പോയി. അത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർക്കും അമ്മയ്ക്കും ഒക്കെ ചെറിയ വിഷമമായിരുന്നു. കാരണം ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയിട്ട് ഒരു വീട് കണ്ടുപിടിച്ച് താമസിക്കേണ്ടി, ഹോസ്റ്റൽ കണ്ടുപിടിച്ച് താമസിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ സമയത്ത് അന്ന് അതത്ര യൂഷ്വലായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ പിന്നീടുള്ള ജീവിതത്തിലാണ് അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്, പ്രയോജനം മനസ്സിലാക്കിയത്. കാരണം സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ മറ്റാരെയും, ഇപ്പോൾ ജില്ലാ കളക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് കൂടെ ആൾക്കാരുണ്ട്, ഡ്രൈവറുണ്ട്, വണ്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഏത് കാര്യത്തിലും ഒറ്റയ്ക്ക് അന്നേരത്തെ സാഹചര്യം അപഗ്രഥിച്ചൊരു തീരുമാനം എടുക്കുവാനും അത് ധൈര്യപൂർവ്വം ആ തീരുമാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും അച്ഛൻ്റെ ആ ഒരു സമയത്തെ പരിശീലനം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പലരുടെയും സമൂഹത്തിലെയും കുടുംബത്തിലെയും ഒക്കെ സാഹചര്യങ്ങൾ പലതായിരിക്കും. നമുക്ക് കിട്ടിയ സാഹചര്യം ഉപയോഗിച്ച് നല്ല ധൈര്യമുള്ള, ആത്മാഭിമാനമുള്ള, വ്യക്തമായിട്ട് നിലപാടുകളുള്ള വ്യക്തികളായിട്ട് മാറുക. നന്നായിട്ട് ശ്രമിച്ചാൽ ഏത് വിജയവും നിങ്ങളെ തേടിയെത്തും. സിവിൽ സർവീസ് ആഗ്രഹമുള്ള ഒരാൾക്ക് വേണ്ടി മാത്രം സിവിൽ സർവീസിനെ പറ്റി കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. പലവിധ കരിയർ ഓപ്ഷനുകളിൽ ഒരു ജോലി മാത്രമാണ് സിവിൽ സർവീസ് എന്ന് പറയാം. നമ്മുടേത് ഒരു ജനാധിപത്യ സംസ്ഥാനമാണ്, ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുന്ന പോളിസീസ് നടപ്പിലാക്കുക എന്നുള്ളതാണ് കളക്ടർ ചെയ്യുന്നത്. കളക്ടർ എന്നല്ല, സിവിൽ സർവീസിലെ ഏത് ഉദ്യോഗത്തിലിരുന്നാലും അത് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അതിൽ സ്വന്തമായിട്ടൊരു സിഗ്നേച്ചർ പതിപ്പിക്കുക എന്നുള്ളതൊന്നുമല്ല, സർക്കാരിൻ്റെ പോളിസിക്ക് അനുസരിച്ചുള്ള നടപടികൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥ ചെയ്യുക. പക്ഷെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവസരമുള്ള ഒരു ജോലിയാണ് സിവിൽ സർവീസ്. അതോടൊപ്പം എന്നെ സിവിൽ സർവീസിലേക്ക് ആകർഷിച്ച ഒരു പ്രധാന ഘടകം, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് സിവിൽ സർവീസിലെ വെറൈറ്റിയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നില, ഞാനൊരു ഡോക്ടർ ആയതിനു ശേഷമാണ് സിവിൽ സർവീസിലേക്ക് വന്നത്. ഡോക്ടറായിട്ട് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എല്ലാ ദിവസവും ഒരേ രീതിയിലുള്ള ജോലി തന്നെ ചെയ്തു പോയേക്കും. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ ജീവിതത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് 2 വർഷവും പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ്, പുതിയൊരു വിഷയം പഠിക്കാൻ, പുതിയൊരു സെറ്റ് ഓഫ് ആൾക്കാരുമായിട്ട് ജോലി ചെയ്യാൻ, പുതിയ കുറേ പ്രശ്നങ്ങൾ പഠിക്കാനൊക്കെ അവസരങ്ങൾ കിട്ടുന്ന ഒരു ജോലിയാണ്. നമ്മുടെ ഒരു വ്യക്തിത്വത്തെ, നമ്മുടെ അഭിപ്രായങ്ങളെ, ചിന്താഗതികളെയൊക്കെ നമ്മളൊക്കെ പലപ്പോഴും ഒരു ചെറിയ പ്രായം വരെയൊക്കെയാണ് നമ്മുടെ ചിന്താഗതികൾ മാറുക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ വർഷവും പുതിയ കാര്യങ്ങൾ പഠിക്കണം, എല്ലാ വർഷവും പലരുടെ ഇൻഫ്ലുവൻസിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മാറും, നമ്മുടെ ജീവിതത്തോടുള്ള നിലപാടുകൾ മാറും. അപ്പം അങ്ങനെ ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആഗ്രഹിക്കാവുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ്. ഇനി അതും ഒരു കിട്ടാക്കനിയൊന്നുമല്ല, നന്നായിട്ട് പരിശ്രമിച്ചാൽ, ആ പരീക്ഷയെ മനസ്സിലാക്കി പഠിച്ചാൽ കിട്ടാവുന്ന ഒരു ജോലി തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഇത് പ്രയാസമാണ് എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ, ഈ ഒരു സർവീസ് മാത്രമല്ല, വേറെ ഏത് ജോലി ആയാലും കിട്ടില്ല എന്ന് വിചാരിച്ച് പഠിക്കരുത്, കിട്ടും എന്ന് വിചാരിച്ച് തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നിങ്ങളുടെ ഒക്കെ അനുവാദത്തോടു കൂടി ഇന്ന് ഈ ഒരു അഭിനന്ദനം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം ഇതിനായിട്ട് ഉദ്യമിച്ച ബഹുമാനപ്പെട്ട കൗൺസിലർമാരെയും അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനും ഒക്കെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വിരമിച്ച നമ്മുടെ പ്രിയങ്കരനായ ശ്രീ എം പുരുഷോത്തമൻ അവരുടെ കേരള ബാങ്കിന്റെ മാനേജർ ചുമതല നൽകി മണ്ണാർക്കാട് റൂറൽ ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി
നിയമിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സുദീർഘമായ സേവനം കണക്കിലെടുത്തുകൊണ്ട് ഈ നിവാസികളുടെ സ്നേഹോപകാരം കൈമാറുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചിത്ര IAS അവരെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റൂറൽ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പുരുഷോത്തമൻ അവരെ ക്ഷണിക്കുന്നു. കുട്ടികളുടെ പേര് വിളിക്കും. വിളിച്ചുകൊണ്ടിരുന്നോ? +2 ആദൻ, LSS അഷ്മിത വി, +2 LSS അഷ്മിത വി, വേഗം വാ. LSS വിനർ അനഘ VP, ഹർഷ, +2 ഫാത്തിമ ഹർഷ, പേര് വിളിക്കേ. ഫാത്തിമ ഹിബ, +2 മുഹമ്മദ് ഷാമിൽ SLC, മിസ്ബ ഷഫീഖ് LSS, ഓടി വാ. നന്ദന, ഫാത്തിമ നാജിയ NV LSS വിന്നർ, നമ്മുടെ കൗൺസിലറുടെ മകൾ കൂടിയായ ഫാത്തിമ ഫൈഹ CBSE വിന്നറാണ്. ഷംനാസ് M +2 വിന്നറാണ്. ഷംനാസ് M LSS വിന്നർ. വഫ യാസ്മിൻ KP, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായ നാഫിഖ് KP, +2 വിന്നർ നസീം സബഹ് KK. ഇല്ല, അടുത്തത് വിളിക്കേ. +2 നൂറ ഫാത്തിമ PH, TP, +2 റമീസ യാസ്മിൻ TP, ഫാത്തിമ റിൻഷ A, മുഹമ്മദ് ഇർഫാൻ A +2, ഫാത്തിമ ജാസ്മിൻ +2, ആയിഷ P +2, വായിക്കേ.